18ാം പടിക്ക് താഴെ ഇരുവശത്തും തീർത്ഥാടകർ ഉടയ്ക്കുന്ന തേങ്ങകളാണ് കൊട്ടകളിലാക്കി കൊപ്രക്കളത്തിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേക തട്ടുകളുണ്ടാക്കി അടിയിൽ തീക്കൂട്ടി കൊപ്രകൾ ഉടക്കും. അതിനുശേഷം ചിരട്ടയും കൊപ്രയും വേർപെടുത്തും. ഈ ചേരി കയറ്റുക, അപ്പോൾ ഇതിൻ്റെ അടി തീ കത്തിക്കുക. ഇത് പിറ്റേന്ന് രാവിലെ ഇതുപോലെ അളക്കാൻ കൊടുക്കുക. അത് ഇളക്കി കൊപ്രയാക്കി ഞങ്ങൾ വെയിലത്തിടുക. വൈകിട്ട് ചാക്കി നിറച്ച് ട്രാക്ടറെ കയറ്റി വിടുക. അവിടുന്ന് ലോറിയെ കയറി പോവുക. ഉണ്ട് ഒരു 5-6 ദിവസത്തെ പണി വരും. 300ഓളം തൊഴിലാളികളാണ് കൊപ്രക്കളത്തിൽ പണിയെടുക്കുന്നത്. മിക്കവരും വർഷങ്ങളായി കൊപ്രക്കളത്തിൽ ജോലി ചെയ്യുന്നവർ. ചാക്കുകളിലാക്കി ട്രാക്ടറിൽ പമ്പയിലെത്തിക്കുന്ന കൊപ്രകൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. കോടികൾക്കാണ് കൊപ്ര ലേലം നടക്കുന്നത്. മണ്ഡലകാല തീർത്ഥാടനത്തിന് ശേഷം നടയടഞ്ഞു കിടക്കുമ്പോഴും സജീവമാണ് ശബരിമലയിലെ കൊപ്രക്കളം. മണ്ഡലകാലത്തിന് ശേഷം നടയടഞ്ഞു കിടക്കുമ്പോൾ സന്നിധാനത്ത് ആളും ആരവവും ഇല്ലെങ്കിലും കൊപ്രക്കളവും ഇവിടുത്തെ തൊഴിലാളികളും ഇപ്പോഴും സജീവമാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം എം സന്തോഷ്.